ഹലോ ഗൈസ്, അപ്പോൾ ഇന്നൊരു ഡേ ഇൻ മൈ ലൈഫാണ്. അതിനായിട്ട് ആദ്യം നമ്മൾ ചന്തയിലോട്ട് പോകുകയാണ് മീൻ മേടിക്കാനായിട്ട്. ഇതാണ് എൻ്റെ പുതിയ അസിസ്റ്റൻറ്റ് മിസ്റ്റർ ശ്രീഹരി കെ നായർ. ചന്തയിൽ നിന്ന് വന്നപ്പോൾ ആകെ ക്ഷീണിച്ചു. അതുകൊണ്ട് ഒരു നാരങ്ങ വെള്ളം കുടിച്ചിട്ട് പണി തുടങ്ങാമെന്ന് വിചാരിച്ചു. സാധനങ്ങളെല്ലാം പറക്കി വെച്ചിട്ട് കയ്യോടെ ആദ്യം മീനറുത്ത് മാറ്റി വയ്ക്കാമെന്ന് വിചാരിച്ചു. എന്നിട്ട് പണിയിലേക്ക് കടന്നു. ഇപ്പോൾ ഈ അടുക്കളയിൽ ഓരോ പണികൾ ഇങ്ങനെ ചെയ്യുമ്പോൾ പണ്ട് അമ്മയുടെ കൂടെ ഇരുന്ന അടുക്കളയിൽ ഓരോരോ കാര്യങ്ങൾ ചെയ്തത് ഓർമ്മ വരും. പണ്ടൊക്കെ ഉണ്ടല്ലോ, അമ്മ എന്നെ രാവിലെ വിളിച്ചെണീപ്പിച്ച് ഒരു ബുക്കും തന്ന് ആ തിണ്ണയിൽ പിടിച്ചങ്ങ് ഇരുത്തും. എന്നിട്ട് അവിടെ ഇരുന്നായിരിക്കും എൻ്റെ പഠിത്തവും എഴുത്തും എല്ലാം. അതിൻ്റെ ഇടയിൽ അമ്മ ഓരോരോ ചോദ്യം ചോദിച്ച് ഉത്തരം തെറ്റി അതിനുള്ള നുള്ളും ശേഷം പോട്ട് പഠിക്കാത്തതുകൊണ്ടല്ലേ എന്ന് പറഞ്ഞ ആ ഉത്തരം പറഞ്ഞ് മനസ്സിലാക്കി തരണതും, പിന്നെ കഥാരചനയായാലും കവിതാ ചൊല്ലലായാലും എല്ലാം എന്നെ ഇരുത്തി പഠിപ്പിക്കുന്നത് ഈ അടുക്കളയിൽ വെച്ചിട്ടാണ്, ആ തിണ്ണമേലിരുന്ന്. അന്ന് എൻ്റെ അമ്മ ഇങ്ങനെ വഴക്ക് പറയുമ്പോഴും നുള്ളുമ്പോഴൊക്കെ ഞാൻ വിചാരിക്കും അമ്മയ്ക്ക് എന്നോട് ദേഷ്യമായിരിക്കും, എന്നെ ഇഷ്ടമില്ലാത്തതുകൊണ്ടായിരിക്കും എന്ന്. പക്ഷേ ഇന്ന് അതിനെപ്പറ്റി ആലോചിക്കുമ്പോൾ എൻ്റെ മുഖത്തുനിന്ന് ഒരു ചിരിയാണ് തോന്നുന്നത്. അതിനുശേഷം കയ്യോടെ പാത്രമെല്ലാം കഴുകി മാറ്റി. നെത്തോലി മീനായ സ്ഥിതിക്ക് മരിച്ചിനിയും കൂടെ വയ്ക്കാമെന്ന് വിചാരിച്ചു. അങ്ങനെ മരിച്ചിനിയെല്ലാം വൃത്തിയെ കട്ട് ചെയ്ത് കഴുകിയെടുത്തു. അപ്പോഴത്തേക്ക് മീൻ തിളച്ചു. മീൻ നല്ല സെറ്റായിട്ടുണ്ടേ. അതിനുശേഷം മരിച്ചിനി കഴുകിയതെല്ലാം കൂടെ തോർത്തി വെച്ചു. അപ്പോഴത്തേക്ക് അമ്മ ബിരിയാണി വാങ്ങിക്കൊണ്ട് വന്നു. പിന്നെ ഞങ്ങൾ 3 പേരും കൂടെ ഇരുന്ന് ബിരിയാണി കഴിച്ചു. അമ്മയ്ക്ക് എവിടെ നിന്നോ കിട്ടിയതാണ്, അതുകൊണ്ട് തന്നെ ഒരു പൊതിയേ ഉണ്ടായിരുന്നുള്ളൂ. അതിനുശേഷം മീനെല്ലാം വറുത്ത് കോരി അപ്പുറത്തിരുന്ന് മരിച്ചിനി വേവുന്നുണ്ട്. 12:30-1 മണിയൊക്കെ ആയപ്പോഴാണ് ഞങ്ങൾ ചോറ് കഴിച്ചത്. ചോറും മീൻകറി കപ്പയൊക്കെ ഉണ്ടായിരുന്നു. ശ്രീകുട്ടൻ ആദ്യം കൊടുത്തു. കൊള്ളാമോ? ഇവിടെ സൈഡിൽ കൂടെ നമ്മളെ പിള്ളേരുമായിട്ടുള്ള ചീട്ടുകളിയുണ്ട്. പിന്നെ വൈകിട്ട് ചായയൊക്കെ ഇട്ട് ചായയും കുഴലപ്പമായിരുന്നു കടിയായിട്ടുണ്ടായിരുന്നത്. അങ്ങനെ ചായയും കുഴലപ്പവും കൂടെ കഴിച്ചു. വൈകിട്ടമ്മ ജംഗ്ഷൻ വരെ പോകണം, നീയും കൂടെ വരണമെന്ന് ചോദിക്കേണ്ട താമസം ഞാൻ ഇറങ്ങി പുറപ്പെട്ടു. വന്നപ്പോൾ കുറേ താമസിച്ചു കേട്ടോ. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രേ ഉള്ളൂ. ബൈ.